തിരുവനന്തപുരത്ത് വിജയിക്കുമെന്ന് അവകാശപ്പെടുമ്പോഴും ഉറപ്പാക്കിയ CSI വോട്ട് പെട്ടിയിൽ വീണോ എന്നാണ് ഇപ്പോൾ BJPക്ക് ആശങ്ക. ED കേസിന്റെ പേരിൽ ഉറപ്പിച്ചിരുന്ന ഒരു വിഭാഗം CSI വോട്ടുകളാണ് ഇപ്പോൾ സംശയത്തിലായിരിക്കുന്നത്. വോട്ടെടുപ്പിന് 2 ദിവസം മുൻപ് CSI സഭാ സെക്രട്ടറി TT പ്രവീണിന് ED നോട്ടീസ് അയച്ചത് വോട്ടിൽ പ്രതിഫലിച്ചെന്ന സംശയം ശക്തമായിട്ടുണ്ട്. എന്നാൽ നോട്ടീസ് വോട്ടുറപ്പിക്കാനുള്ള തന്ത്രമാണെന്നും നീക്കത്തെ ഒരു വിഭാഗം വിലയിരുത്തുന്നുണ്ട്. ഡോക്ടർ TT പ്രവീൺ മഹായിടർ സെക്രട്ടറിക്കെതിരെ ഉണ്ടായ ഈ ED അന്വേഷണം വളരെ ദുഃഖകരമാണ്. ഞങ്ങളെല്ലാവരുടെയും എല്ലാ വൈദികരുടെയും കരളിൻ്റെ ഉള്ളിൽ കുറിച്ചിട്ടിട്ടുണ്ട്. CSI സഭാ വിശ്വാസികളോട് വോട്ട് തേടിയ തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനോട് അവർ നയം വ്യക്തമാക്കിയിരുന്നു. മുൻ ബിഷപ്പ് ധർമ്മരാജ് റസാലത്തിനും സഭാ സെക്രട്ടറി TT പ്രവീണിനുമെതിരായ ED അന്വേഷണം അവസാനിപ്പിച്ചാൽ BJPക്ക് വോട്ട് ചെയ്യുമെന്ന് പച്ചയ്ക്ക് തന്നെ പറഞ്ഞു. ഒരു പാലമിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും ആണ്. ആ ED അന്വേഷണം ദയവായി ക്ലോസ് ചെയ്ത് അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കണം. അതിനാൽ റസാലത്തെ പിന്തുണയ്ക്കുകയും എതിർക്കുകയും ചെയ്യുന്ന 2 വിഭാഗങ്ങളിൽ അനുകൂലിക്കുന്നവരുടെ വോട്ടിലായിരുന്നു BJPയുടെ കണ്ണ്. ഫണ്ട് തിരിമറിയിലുള്ള ED അന്വേഷണം ആയുധമാക്കി വോട്ടിനായുള്ള കരുനീക്കവും നടന്നു. CSI വിശ്വാസികളുടെ 20,000 വോട്ട് BJPക്ക് ഉറപ്പാക്കാമെന്ന ധാരണ ഉണ്ടാക്കിയിരുന്നുവെന്നാണ് BJP വൃത്തങ്ങൾ വെളിപ്പെടുത്തിയത്. സമദൂരം മതിയെന്ന പരസ്യ നിലപാട് റസാലത്തെ പിന്തുണയ്ക്കുന്നവർ പ്രഖ്യാപിച്ചത് എന്തുകൊണ്ടാണെന്ന് വ്യക്തം. ശശി തരൂർ വലിയ ലീഡ് നേടിയിട്ടുള്ള നെയ്യാറ്റിങ്കര, പാറശാല, കോവളം മേഖലയിൽ നിർണായക സ്വാധീനമുള്ള CSI വോട്ടുകൾ കിട്ടിയാൽ വിജയം ഉറപ്പാണെന്ന് രാജീവ് ചന്ദ്രശേഖർ ക്യാമ്പ് തന്ത്രമൊരുക്കി. എല്ലാം തയ്യാറായിരിക്കുകയാണ്. വോട്ടെടുപ്പിന് 2 ദിവസമുള്ളപ്പോൾ സഭാ സെക്രട്ടറി TT പ്രവീണിന് ED നോട്ടീസ് അയച്ചത്. ഈ നോട്ടീസ് BJP കേന്ദ്രങ്ങളെ വോട്ടെടുപ്പിന് ശേഷം ശരിക്കും ഞെട്ടിച്ചിട്ടുണ്ട്. CSI വോട്ടുകൾ പെട്ടിയിൽ വീണോ എന്ന സംശയമായി. വോട്ടെടുപ്പിന് തൊട്ടു മുൻപുള്ള ED നോട്ടീസ് വാഗ്ദാനം ചെയ്ത വോട്ട് ഉറപ്പിക്കാനുള്ള തന്ത്രമായിരുന്നു എന്ന് വിലയിരുത്തുന്നവരുമുണ്ട്. ധർമ്മരാജ് റസാലത്തിന്റെ ഭാര്യ ഷെർലി റസാലത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാനായി BJP ഒരു തന്ത്രം മെനഞ്ഞിരുന്നു. എന്നാൽ അവരുടെ പത്രിക തള്ളിപ്പോയതിനാൽ ആ തന്ത്രം വിജയിച്ചില്ല. അതിനുള്ള മുന്നറിയിപ്പാണിതെന്നും സൂചനയുണ്ട്. പത്രികയിലെ പിഴവ് ബോധപൂർവമാണെന്ന് സംശയിക്കുന്ന BJP ക്യാമ്പ് അതൃപ്തി അവരെ അറിയിച്ചെന്നാണ് സൂചന. എന്തായാലും ജൂൺ 4-ന് വോട്ടെണ്ണുമ്പോൾ CSI വോട്ടുകൾ പെട്ടിയിൽ വീണോ എന്ന കാര്യം വ്യക്തമാകും. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.